ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ ഉച്ചയായിട്ടുള്ളൊരു വ്ലോഗ് കണ്ടാലോ? ആദ്യം ഞാൻ ചോറൊക്കെ തിളയ്ക്കാൻ വെച്ചിട്ട് ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. ഉച്ച സമയമല്ല, ഇവിടെ ഒരു കാപ്പി നിർബന്ധമാണ്. ഇവിടെ ഇക്കയും കാപ്പി സ്ഥിരം ഈ ടൈമൊക്കെ ആകുമ്പോൾ ഒരു കാപ്പി ഇട്ട് കുടിക്കും. അപ്പോൾ വല്ലപ്പോഴും ഞാനും അവരുടെ കൂടെ കുടിക്കും. ചെറുപയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുപയറൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. അതാകുമ്പോഴത്തേനും കുതിർന്നിരിക്കുമല്ലോ കുറച്ച് സമയം കൊണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് വേകാനും എളുപ്പമായിരിക്കും. മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കിഴങ്ങ് മെഴുക്കുവരട്ടിയും കൂടി വെക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കിഴങ്ങ് മെഴുക്കുവരട്ടി എൻ്റെ ഫേവറേറ്റ് ആണ്. കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇനി ഞാനിതെല്ലാം കുക്ക് ചെയ്തെടുത്തിട്ട് വരാൻ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ വെന്തു. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ചോറെല്ലാം എടുത്തുകൊണ്ട് മീൻ ഞാൻ എടുത്തില്ല കേട്ടോ. മീൻ എനിക്ക് വേണ്ടായിരുന്നു. കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ മീനിൻ്റെ ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് മീനും കൂടെ കൂട്ടിയാൽ കിട്ടത്തില്ല. പിന്നെ ചെറുപയർ തോരനൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് കഴിച്ചു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേന് മോളിവിടെ വാപ്പിയായിട്ട് ഒരു കുടുക്ക അവൾ കുറേ നാളുകൊണ്ട് സേവ് ചെയ്യുന്നുണ്ട്. അത് പൊട്ടിക്കാൻ വേണ്ടി ഭയങ്കര തിടുക്കമായിരുന്നു. പെട്ടെന്ന് അത് പൊട്ടിച്ചെല്ലാം കൂടെ വാപ്പി അവളും കൂടെ ഒരു ബുക്ക് എടുത്ത് എഴുതി തിട്ടപ്പെടുത്തി. അപ്പം അതിൻ്റെ കോയിൻസും നോട്ട്സും ഒക്കെ എന്നെ കാണിക്കുകയായിരുന്നു. 600 സംതിങ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അത് എന്നിട്ട് വാപ്പി എടുത്ത് പറഞ്ഞാൽ അതിൻ്റെ നോട്ട് വേണം. എന്നിട്ട് വാപ്പി പുറത്ത് ഏതോ ഒരു ഷോപ്പിൽ പോയി അതിൻ്റെ നോട്ടൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു. നോട്ട് കിട്ടുന്നതിന് മുന്നേ ഉള്ള വീഡിയോ കേട്ടോ ഇത്. അപ്പോഴത്തേനും അവൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേനും ഒരു ബ്രൗണി കൊണ്ട് തന്നെ അമ്മ ഇന്നാന്നും പറഞ്ഞ് അതും കഴിച്ചു. അപ്പോൾ ഇവിടെ ഒരു പ്ലം ഇരിപ്പുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് പ്ലം ഇഷ്ടമാണ്. ഈ ഇടയ്ക്ക് കുറച്ച് പ്ലമ്മൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഭയങ്കര പുളിയാണ്. ചില അതിൻ്റെ ഉള്ളു പുളി. ഇത് പക്ഷേ ഒരു പുളിയില്ല, പുറവും പുളിയില്ല, അകവും പുളിയില്ല. പക്ഷെ മധുരം അങ്ങനെയില്ല. പക്ഷെ നമുക്ക് വെറുതെ കഴിക്കാം. നല്ല വലിപ്പമുള്ള പ്ലം കേട്ടോ. ഇതിപ്പോൾ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തേക്കാം. എന്തോ വാങ്ങിയ കൂടെ ഇത് കണ്ടപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്ത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാങ്ങിക്കും, നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പുളി ഉള്ളത് കാരണം പേടിയാണ്. ഇതിന് പക്ഷെ കുഴപ്പമില്ല. അതിൻ്റെ കുരു കണ്ട ചെറിയ ബദാമിൻ്റെ പോലത്തെ കുരു, വലിയൊരു പ്ലമ്മും കുഞ്ഞ് ബദാമിൻ്റെ അത്രയുള്ള കുരുവും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു കാപ്പിയൊക്കെ ഇട്ടു. കാപ്പി ഇട്ട് കഴിഞ്ഞിട്ട് മുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ചു. വൈകിട്ട് കാപ്പിയും മുട്ട പുഴുങ്ങിയതുമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ഡെയിലി മുട്ട പുഴുങ്ങിയത് കഴിക്കും. ചിലപ്പോൾ കാപ്പി ഇട്ട് കുടിക്കും, അല്ലെങ്കിൽ ABC ജ്യൂസായിട്ടാട്ടോ കുടിക്കുന്നത്. നാടൻ കാപ്പിപ്പൊടി ഇട്ടാട്ടോ ഞാൻ കാപ്പി ഇടുന്നത്. എൻ്റെ വീട്ടിൽ കാപ്പിയുടെ മരമുണ്ട്. അപ്പോൾ അവിടെ പൊടിച്ചെടുക്കുന്ന കാപ്പിപ്പൊടിയാണ്. അപ്പോൾ അതിട്ടാകുമ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടം. അതാണെങ്കിലും ഞാൻ കുടിക്കത്തുള്ളൂ കാപ്പി, അല്ലെങ്കിൽ ഞാൻ കുടിക്കൂല സാധാ കടും കാപ്പിയൊന്നും. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഡിന്നർ ഇന്നത്തെ. മോളിക്കായും വാപ്പിയും കൊണ്ട് പഴയ ഏതോ ഒരു ഫിലിം ഇരുന്ന് കാണുകയായിരുന്നു TV-യിൽ. അപ്പോൾ ഞാൻ അവർക്കും ഇത് കൊണ്ടു കൊടുത്തു, ഞാനും കഴിച്ചു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.